ഇപ്പൊ ജിയോങ്ങിന് എപ്പോഴും വരുന്ന ആ മനുഷ്യന്റെ സ്വപ്നമാണ് കാണിക്കുന്നത്. അവനും ഒരു വലിയ കുടുംബത്തിൽ നിന്ന് ജനിച്ച പയ്യനാ. അങ്ങനെ അവന് പഠിത്തത്തിലൊന്നും കോൺസെൻട്രേഷൻ കൊടുക്കാതെ ചുമ്മാ വായി നോക്കി നടക്കുമ്പോഴാണ് അവിടെ ഒരു പെങ്കൊച്ച് കിടിലായിട്ട് വാളും കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാണുന്നത്. ഇത് കണ്ട് അവന്റെ അടുത്ത് ചെന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡോഹിയും ഇവനെ കണ്ട ഉടനെ അവള് ഡാൻസ് എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവനും പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ചുമ്മാ ഇവിടെ നിൽക്കുന്നതേ ഉള്ളു. അതിരിക്കട്ട്, നിന്നെ ഇതുവരെ ഇങ്ങോട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലേ, നിന്റെ പേരെന്തുവാ? അവൻ ചോദിക്കുമ്പോഴാണ് അവളും നിങ്ങളല്ലേ ജിയോങ്, പഠിക്കുന്ന സമയത്തൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നെ, നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ റിച്ചായ ഫാമിലി ആണല്ലേ. അവൾ പറയുമ്പോഴാണ് അവനും അപ്പൊ എന്നെ കുറിച്ച് എല്ലാം അറിയാം, അതിനർത്ഥം നിനക്ക് എന്നോട് ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് എന്നെ കുറിച്ച് ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അവനും പറയുമ്പോൾ തന്നെ അവളൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവിടേക്ക് അവന്റെ അസിസ്റ്റന്റും വന്നിട്ട് ഇവനെ വീണ്ടും പഠിക്കാൻ വിളിക്കുന്നത്. അതോടെ അവൻ അവൾ പോകുന്ന നോക്കിക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് ചെല്ലും. അതിനെ അന്ന് രാത്രി ജിയോങ് വീണ്ടും അവിടെ വെച്ച് അവളെ കാണുമ്പോഴാണ് ഇവന് ഫോളോ ചെയ്ത് അവളെ പോകും. അപ്പോഴാണ് ഇവനെ കണ്ടിട്ട് അവളും എന്തിനാ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ എന്തേലൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞ് രാവിലെ ഒന്ന് ശല്യപ്പെടുത്തിന് സോറി ചോദിക്കും. അപ്പോഴാണ് അവളും ആവശ്യമില്ലാതെ ഇങ്ങനെ സോറി എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. പക്ഷെ ജിയോങ് എന്തേലും പറഞ്ഞ് അവളോട് കുറച്ച് സമയം കൂടെ മിണ്ടാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ആ വീണ്ടും ഇവൾ വരുന്നതിന് മുമ്പേ തന്നെ ആ സ്ഥലത്ത് നിന്ന് പഠിക്കുന്ന പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവൾ അവിടേക്ക് വരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വന്നോ, ഞാനിവിടെ നിന്ന് പഠിക്കുമായിരുന്നു, നീ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ശല്യപ്പെടുത്തില്ല. അവൻ അവിടെ ഇരുന്ന് പഠിക്കുന്ന പോലെ ആക്ഷൻ കാണിച്ചോണ്ട് അവള് ഡാൻസ് കളിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് അവനും കടന്നുറങ്ങുമ്പോഴാണ് ഇവളിങ്ങനെ അടുത്തേക്കൊന്ന് അവനും നോക്കി ചിരിക്കുന്നത്. അതോടെ അവനും പേടിച്ചിട്ട് വീണ്ടും പഠിക്കുന്ന പോലെ ആക്ഷൻ കാണിക്കും. അങ്ങനെ ഓരോ ദിവസവും അവൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന കാണാൻ വേണ്ടി ജിയോങ് അവിടേക്ക് വരും. അപ്പോഴാണ് ഒരു ദിവസം അവൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പം അവളുടെ ചെരുപ്പൂരി അടുത്തുള്ള നദിയിലേക്ക് വീഴും. ഇത് കണ്ട് ജിയോങ് ഓടിച്ചെന്ന് എടുക്കാൻ നോക്കുമ്പോഴാണ് ഇവളും ഡേഞ്ചറാന്ന് പറഞ്ഞ് അവനെ പോകണ്ടെന്നറിയും. പക്ഷെ അവനൊന്നും കേൾക്കാതെ അവളുടെ ചെരുപ്പിനെ ഫോളോ ചെയ്ത് തന്നെ പോകും. അതിനുശേഷം കുറച്ച് സമയമായി ജിയോങ്ങിനെ കാണാത്തോണ്ട് ഇവളിങ്ങനെ പുറകെ ചെല്ലുമ്പോഴാണ് അവിടെ അവൻ ഇട്ടേക്കുന്ന തൊപ്പി മാത്രം കാണും. അതോടെ അവളും പേടിച്ച് ഈ നദിയുടെ ഫോഴ്സ് അവൻ ഒഴുകിപ്പോയെന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജിയോങ് അവിടെ എഴുന്നേറ്റെന്ന് ഡോഹി നിന്റെ ചെരുപ്പ് കൈ കിട്ടി. അവനും പുറത്തേക്ക് വരും. അതോടെ അവളും ചെരുപ്പ് പോന്നേ പോട്ടെ എന്ന് പറഞ്ഞ് അവനെ വഴക്കറിയുമ്പോഴാണ് ഇത് കേട്ട് അവനും ഡോഹി അപ്പൊ നിനക്ക് എന്നോട് സ്നേഹമുണ്ട്. അവനും പറയുമ്പോ തന്നെ അവന് തുമ്മൽ വരും. അതോടെ അവൾ അവനെ ഇരുത്തി വിറകൊക്കെ കത്തിച്ച് അവന്റെ തണുപ്പ് മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോഴാണ് അവനും ഡോഹി നീ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് വന്നേ ഞാൻ അറിഞ്ഞായിരുന്നല്ലേ, അവിടുത്തെ സ്ഥലമൊക്കെ എങ്ങനെ, ഞാൻ ഇതുവരെ പോയിട്ടില്ല, നീ എനിക്കൊന്ന് പറഞ്ഞുതരാമോ? ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ആ വില്ലേജ് മൊത്തത്തിൽ ബ്യൂട്ടിഫുള്ളാ, അവിടെ ഞാൻ ഇതേപോലെ വാളും കൊണ്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കും. പക്ഷെ അവിടുത്തെ ആൾക്കാരെല്ലാം എന്നെ പോലെ ആൾക്കാരെ കുറച്ച് കാണത്തേ ഉള്ളു. എനിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അവരെന്നെ വിളിച്ചിരുത്തി ഡാൻസ് കളിപ്പിക്കും. ഞങ്ങളൊക്കെ ഒരു അടിമയെ പോലെ ട്രീറ്റ് ചെയ്ത, അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്ന്. പക്ഷെ ഇവിടെ അവസ്ഥ അത് തന്നെ. അവള് ഫീൽ ചെയ്ത് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ പെട്ടെന്ന് അവൾ പ്രൊപ്പോസ് ചെയ്യാൻ തുടങ്ങും. എനിക്കിതിനെ ഇഷ്ടാ, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അങ്ങനെയാണ് നമുക്ക് കല്യാണം കഴിക്കാം. അവൻ പറയുമ്പോഴാണ് അവളും എന്നെ പോലത്തെ ആൾക്കാർക്കൊന്നും കല്യാണം നടക്കാറില്ല, പോരാ നമ്മൾ കല്യാണം കഴിക്കുന്നത് ഇവിടുത്തെ ആൾക്കാർ പോലും സമ്മതിക്കത്തില്ല. അവൾ പറയുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ നമുക്ക് ഈ സ്ഥലത്തുനിന്ന് പുറത്തേക്ക് പോകാം, ഞാൻ നിന്നെ സേഫായിട്ട് നോക്കിക്കോളാം. ഇവൻ പറയുമ്പം അവളും ഫുൾ എതിർത്തോണ്ടിരിക്കും. നീ പറയുന്ന പോലെ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവൾ എന്നെ പോലെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന വ്യക്തിയാ. അവൾ അവിടെ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ കാരണം അവൾ സൂസൈഡ് ചെയ്ത് മരിച്ചുപോയി. നിന്നെ പോലെ തന്നെ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ അവരുടെ പ്രേമം അവളെ സഹായിച്ചില്ലല്ലോ. ഇവള് പറയുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഞാൻ നിനക്കത് പ്രൂവ് ചെയ്ത് കാണിക്കാം, നിനക്ക് എന്ത് കഷ്ടം വന്നാലും ഞാൻ നിന്റെ കൂടെ തന്നെ കാണും, എന്ത് പ്രോബ്ലം വന്നാലും നിന്റെ ഒപ്പം ഞാൻ കാണും. അവൻ അടുത്ത ദിവസം ഒരു ബുക്ക് എടുത്തു തന്നിട്ട് എല്ലാ മക്കളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു വാചകം അവരുടെ നാട്ടിൽ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ ബുക്ക് വായിച്ചെങ്കിലും എല്ലാരും മക്കൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവന് സന്തോഷത്തി അവളായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. ഇതൊക്കെ കേൾക്കുന്ന ഡോഹിയും അങ്ങനെ സംഭവിക്കുകയാണ് അവൾക്കത് സന്തോഷമെന്ന് പറഞ്ഞ് അവനോട് ഇഷ്ടം തോന്നും. പക്ഷെ ഇതേ സമയം ഇവരുടെ പ്രേമിക്കുന്ന കാര്യം ജിയോങ്ങിന്റെ അച്ഛനും അറിയും. അദ്ദേഹം ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് ഡോഹിയെ പോലെ ഒരു പെണ്ണ് കല്യാണം കഴിക്കുന്ന അദ്ദേഹം സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു ദിവസം ജിയോങ്ങും പരീക്ഷ എഴുതാൻ വേണ്ടി അടുത്തുള്ള വേറൊരു ഗ്രാമത്തിലേക്ക് പോകുമ്പോഴാണ് അവനും ഇവൻ തിരിച്ചു വരുന്നവരെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ വന്ന അടുത്ത സെക്കൻഡ് തന്നെ ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കാന്ന് ജിയോങ് അവളെ സമാധാനപ്പെടുത്തിയിട്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവൻ പോയ അടുത്ത സെക്കൻഡ് തന്നെ ജിയോങ്ങിന്റെ അച്ഛൻ ഡോഹിയെ കൊല്ലാൻ പ്ലാൻ ചെയ്യും. അങ്ങനെ ജിയോങ് എല്ലാവരും സെയിമാന്ന് പറഞ്ഞ് പകർത്തിയ വാചകം ഡോഹിയ ചെയ്തെന്ന് പറഞ്ഞ് എല്ലാ കുറ്റവും അവളുടെ തലയിലാക്കും. അതോടെ അവിടുത്തെ രാജാവ് എല്ലാവരും കൂടെ ചേർന്ന് ഡോഹിയെ കെട്ടിയിട്ട് അവളെ ടോർച്ചർ ചെയ്യുമ്പോഴാണ് അവളുടെ കഴുത്തി കിടക്കുന്ന ഒരു മാല കണ്ട് അവൾക്ക് ഇത് എവിടെ നിന്നാ കിട്ടിയെന്ന് ചോദിക്കും. കാരണം ജിയോങ് ഇത് അവൾക്ക് അവൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് ഇവളുടെ പുറകെ ആരാളെന്ന് പറഞ്ഞ് അവിടുത്തെ രാജാവൻ ചോദിക്കുമ്പോഴാണ് അവളും ജിയോങ്ങിനെ പറഞ്ഞു കൊടുക്കാതെ ആ മാല അവളുടെയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തെറ്റായ വാചകം മക്കളുടെ അടുത്ത് കൊണ്ടുപോയി ചേർത്തുകൊണ്ട് അവളുടെ ശിക്ഷ മരണമെന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം ജിയോങ് പരീക്ഷ കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് ഡോഹിയെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് വരുമ്പോഴാണ് അവൻ ഈ കാര്യം അറിഞ്ഞ ഉടനെ പെട്ടെന്ന് അവളെ കാണാൻ വേണ്ടി ഓടിപ്പോവും. അതേസമയം ഇവൻ അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇവന്റെ കൺമുമ്പിൽ തന്നെ അവളെ വെട്ടിക്കൊല്ലും. അതോടെ അവളും അവസാനമായിട്ട് അവനെ കണ്ടോണ്ട് മരിച്ചു പോകുമ്പോഴാണ് ഇവൻ അടുത്തേക്ക് വന്ന് കരയുന്നത്. അതോടെ അവനും ദേഷ്യത്തി ഇവൾക്ക് പ്രോമിസ് ചെയ്ത പോലെ ഇവരുടെ ലവ് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവനും വാളെടുത്ത് അവിടേക്ക് എല്ലാവരും വെട്ടിക്കൊല്ലും. അങ്ങനെ ഇതിന്റെ പുറയുള്ള അവന്റെ അച്ഛനാന്ന് പോലും നോക്കാതെ സ്വന്തം അച്ഛനെ തന്നെ അവൻ ഡോഹിക്ക് വേണ്ടി വെട്ടിക്കൊല്ലും. അങ്ങനെ തെറ്റ്
തെറ്റ് ചെയ്ത് എല്ലാരും കൊന്നിട്ട് അവസാനം അവനും സ്വയം കുത്തി മരിച്ച് ഡോഹിയുടെ കൂടെ തന്നെ മരിച്ചു. അങ്ങനെ ഈ ഒരു സംഭവം മൊത്തം അവൻ ഓർമ്മ വന്നോടെ ജിയോങ് മൊത്തത്തിൽ വിഷമിച്ചു. അപ്പൊ ഞാൻ നിനക്ക് പ്രൊപ്പോസ് ചെയ്തോണ്ടാ നീ മരിക്കേണ്ടി വന്ന്, അതല്ലെങ്കിൽ നീ ജീവനോട് ഇരുന്നേനെ. ഏതിന് അവനും വിഷമിച്ച് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോഴാണ് ജിയാങ് എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട്. അവൾ എന്തോ ഭക്ഷണം ചോദിക്കും. അപ്പോഴാണ് അവനും അവന്റെ പാസ്റ്റ് ഒക്കെ വീണ്ടും ഓർമ്മ വന്നെന്ന് പറയും. ഇത് കേട്ട് അവൾ എക്സൈറ്റ് ആയി. ജിയാങ്, എനിക്ക് പിന്നെ നിന്റെ പാസ്റ്റ് ലൈഫ് എന്തോ സംഭവിച്ചത് എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും പറയുന്നത്, ഓ അതോ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ കുറിച്ചായിരുന്നു ആ പാസ്റ്റ് എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും, എന്തുവാ, അപ്പൊ സ്വപ്നം നിന്നെ കുറിച്ചല്ലായിരുന്നോ, നിന്റെ എക്സിനെ കുറിച്ചായിരുന്നു? ഷേ, എനിക്ക് പിന്നെ അവളെ കാണാൻ എങ്ങനെ ലുക്കാണോ, നിങ്ങൾക്ക് എങ്ങനെ ഹാപ്പി എൻഡിങ് ആയിരുന്നു എന്നിന് ഇവളും ചോദിക്കുമ്പോഴാണ് അവന് പെട്ടെന്ന് വിഷം വന്നിട്ട്, ഡോഹി എല്ലാവരും പോലെ നോർമൽ ആയിട്ടുള്ള എൻഡിങ് ആയിരുന്നു, എനിക്ക് പിന്നെ നീ ഫുഡ് കഴിച്ചോ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം എന്നിന് അവൻ അവിടെ നിന്ന് പോയിട്ട് പാസ്റ്റ് അവനെ സംഭവിച്ച കാലം വെച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതിനുശേഷം അവൻ അപ്പം തന്നെ ദൈവത്തിനെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ ഇവൻ ദേഷ്യത്തോടെ വരുന്ന കണ്ട് അവർക്ക് മനസ്സിലായി ഇവന്റെ പാസ്റ്റ് എല്ലാം തിരിച്ച് ഓർമ്മ വന്നെന്ന്. അപ്പോഴാണ് അവൻ അവരോട്, നിങ്ങൾ എന്തിനാ എന്നെ ഒരു ഡീമണാക്കി മാറ്റിയ, ഞാൻ തന്നെ എല്ലാം വെറുത്തിട്ടല്ലേ അവസാനം എന്നെയും കുത്തിക്കൊന്ന്, പിന്നെയെങ്കിലും എന്നെ വെറുതെ കിട്ടൂടെ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവരും, ഓ എനിക്ക് ആ സമയത്ത് ഒരു ഡീമൻ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാ നിന്റെ ദേഷ്യം കണ്ടിട്ട് എനിക്ക് നിന്നെ ചൂസ് ചെയ്യാൻ തോന്നിയ, പോരാതെ ഇതെല്ലാം നീ തുടങ്ങി വെച്ചതാ, പാസ്റ്റ് നിനക്ക് എന്തുവാണ് സംഭവിച്ചത് അതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, കാരണം അതാ നിങ്ങളുടെ വിധി എന്നിന് അവരും പറയുമ്പോൾ തന്നെ ഇവനും ദേഷ്യത്തിൽ അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവരുടെ പവർ യൂസ് ചെയ്ത് അത് മൊത്തത്തിൽ ഇല്ലാതാക്കും. അതേസമയം ഇപ്പൊ ഡോക്യോങ്ങിന്റെ അമ്മയും അവനെ കാണാൻ വേണ്ടി ജയിലിൽ വരുമ്പോഴാണ് ഇവൻ അവരെ കണ്ട് ദേഷ്യത്തി, എന്തിനാ ഇപ്പൊ ഇവിടെ കൊന്ന്, നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടാ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് എന്നിന് അവനും പറയുമ്പോഴാണ് അമ്മ അവനോട് ദേഷ്യത്തി, ഡോക്യോങ് ഞാനെന്തോ തെറ്റ് ചെയ്ത, നീ ചെയ്ത തെറ്റിന് നിനക്ക് ശിക്ഷ കിട്ടി, അതിനിപ്പോ ഞാൻ എന്താണോ എന്നിന് അമ്മയും പറഞ്ഞോടെ അവന് വിഷമിച്ച്, അപ്പൊ ഞാൻ എന്തോ തെറ്റ് ചെയ്ത, നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് സുരക്ഷയായിട്ട് നോക്കാൻ വേണ്ടിയാ അയാൾ പറയുന്നെല്ലാം ഞാൻ കേട്ടോണ്ടിരുന്നത്, പക്ഷെ സത്യത്തിൽ അദ്ദേഹത്തിനെക്കാളും നിങ്ങളാ ഡെവില്, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നിന് അവനും പറയുമ്പോഴാണ് അമ്മയും, ഡോക്യോങ് നീ നിന്റെ അച്ഛൻ പറയാത്ത കേൾക്കാത്തത് നിന്റെ തെറ്റാ, നിന്റെ വെറുത്ത് നീ അച്ഛന് പ്രൂവ് ചെയ്തില്ല, അതുകൊണ്ടാ നിനക്ക് ഈ അവസ്ഥ എന്നിന് അമ്മ പറഞ്ഞോടെ അവനും മൊത്തത്തിൽ ഇമോഷണലായി. എങ്കിൽ പിന്നെ അമ്മ നിങ്ങൾ വെയിറ്റ് ചെയ്തോ, അടുത്ത് നിങ്ങളുടെ ടേണ് എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ജിയോങ് തിരിച്ച് ഡോഹിയുടെ കമ്പനിയിലേക്ക് പോകുമ്പോഴാണ് അവിടേക്ക് സിയോക്കും വരുന്നത്. ജിയോങ് എന്റെ കൈ ശരിയാക്കി തന്നതിന് താങ്ക്സ് എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവനും, താങ്ക്സോടെ നിർത്തിക്കോ, അല്ലാതെ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്ന് നീ തെറ്റിയിരിക്കണ്ട എന്നിന് അവൻ പറയുമ്പോഴാണ് ഇവനും, ഓ എനിക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ലേ, പിന്നെ ഞാനിപ്പോ ഇവിടേക്ക് വന്നത് നിങ്ങളോടൊരു കാര്യം പറയാന്, ഡോക്യോങ്ങിന് ഇമോഷണലായിട്ട് പ്രോബ്ലം ഉണ്ടെന്ന് റിസൾട്ട് വന്നിട്ടുണ്ട്, ഒരു അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത എന്നിന് ഇവരുടെ സംസാരിച്ചോണ്ട് ഡോഹിയെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അവൾക്കൊരു ഫോൺ കോൾ വരും, ഡോക്യോങ് മരിച്ചെന്ന് പറഞ്ഞ്. അങ്ങനെ അടുത്ത സീനി അവൻ അടക്കം ചെയ്യുമ്പോഴാണ് ഡോക്യോങ്ങിന്റെ അച്ഛനും ദേഷ്യത്തി ഭർത്താവിനെ നോയിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവര് വാഷ്റൂമിൽ ചെന്നിട്ട് മോൻ കയറിയിട്ട് വരുമ്പോഴാണ് അവിടേക്ക് സിയോക്കും വരുന്നത്. നിങ്ങൾ ഷോക്കിലാന്ന് എനിക്കറിയാം, എന്തൊരു സഹായം ആവശ്യമുണ്ട് എന്നോട് ചോദിച്ചാൽ മതി എന്നിന് അവൻ അവരെ സമ്മാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഡോക്യോങ്ങിന്റെ അച്ഛനെ വിഷമിച്ച് ഫീൽ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഡോഹി വരുന്നത്. ഇത് കണ്ട് ഇയാളും, ആ ഡോഹി നീ വന്നതിന് താങ്ക്സ് എന്നിന് അച്ഛൻ പറയുമ്പോഴാണ് അവളും, ഞാനെങ്ങനെ വരാതിരിക്കും, അവനല്ലേ മാഡം ജോയെ കൊന്നത് എന്നിന് ഇവള് ദേഷ്യത്തിരിക്കുമ്പോഴാണ് അച്ഛൻ ഇമോഷണലായിട്ട് ആക്ട് ചെയ്യും. ഓ ഞാൻ നിന്നോട് നേരിട്ടൊന്നും സംസാരിക്കായിരുന്നു, എന്തോ എന്റെ പയ്യനൊരു മോൺസ്റ്റർ ആയി പോയി, അവൻ ചെയ്തതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല, അതാ ഞാൻ ഫുൾ സ്ട്രെസ്സിലായിരുന്നു, സോറി ഡോഹി, ഒരു പാരന്റ് ആയിട്ട് ഞാൻ ഫെയിൽ ആയി പോയി, അവൻ ചെയ്ത തെറ്റൊക്കെ അവൻ തന്നെ മനസ്സിലായി, അവനിപ്പോ സൂസൈഡ് ചെയ്ത് മരിച്ചുപോയി, എന്തായാലും അവന്റെ മരണം അവൻ ചെയ്തതിനൊക്കെ സൊല്യൂഷനായി മാറത്തില്ല, എന്നാൽ ഈ വിഷയം പുറത്തേക്ക് അറിഞ്ഞ പിന്നെ കമ്പനിക്കാ ചീത്തപ്പേര്, അതുകൊണ്ട് നീ ആരോടും പറയല്ല ഏതിനെ ഇദ്ദേഹം പറയുമ്പോഴാണ് അവളും, ഓ നിങ്ങൾക്ക് അവൻ മരിച്ചതിനേക്കാളും കമ്പനിയോട് വിഷമം തോന്നല്ല ഡോഹി, ഈ കമ്പനിക്ക് വേണ്ടി എന്റെ അമ്മ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ നമ്മളിങ്ങനെ വെറുതെ വിട്ടുകളയല്ലേ, നീയും ഞങ്ങളുടെ ഫാമിലി അല്ലേ, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയെങ്കിലും നീ ആരോടും പറയാതിരിക്കണം എന്നിന് അദ്ദേഹം ഡോഹിയെ പറഞ്ഞിരിക്കുമ്പോഴാണ് അവിടേക്ക് മാഡം ജോയുടെ മകളെ വിഷമിച്ച് വന്നിട്ട്, ചേട്ടാ നിങ്ങളുടെ മകനായിരുന്നോ എന്റെ അമ്മയെ കൊന്ന്, എന്റെ അമ്മ എനിക്ക് തിരിച്ചാ എന്നിന് അവര് വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കും. ഇതൊക്കെ ഡോക്യോങ്ങിന്റെ അച്ഛന് നല്ലവനെ പോലെ ആക്ട് ചെയ്ത് അവരെങ്ങനെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഡോഹിയും ജിയോയും കൂടെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഡോക്യോങ്ങിന്റെ അച്ഛനും ഇനി അവർക്ക് സ്വന്തമായിട്ട് നീ മാത്രമേ ഉള്ളെന്ന് അനിയത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവരും കുറച്ച് ഷോക്കായി, നമ്മൾ അത്രയ്ക്കും ക്ലോസ് അല്ലായിരുന്നല്ലോ എന്നിന് അവർ ചോദിക്കും. അപ്പോഴാണ് അച്ഛനും അവരെയും കൂടെ കൈക്കലാക്കുന്നത്. എന്തായാലും എന്റെ മകൻ മരിച്ച സ്ഥിതിക്ക് ഇനി കമ്പനി ഫുള്ള് നോക്കാൻ പോകുന്നത് നിന്റെ 2 മക്കളല്ല എന്നിനെ ഡോക്യോങ്ങിന്റെ അച്ഛനും പറഞ്ഞോടെ ഇവർക്ക് ടച്ച് ആകും. അപ്പോഴാണ് ഇതൊക്കെ ബാക്കിൽ ഇരുന്ന് ഡോക്യോങ്ങിന്റെ അമ്മയും ദേഷ്യത്തിൽ കണ്ടോണ്ടിരിക്കുന്നത്. അതേസമയം സെക്രട്ടറിയും പാർക്കും കൂടെ പുറത്തുനിന്ന് ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഡോഹിയുടെ കമ്പനി ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ വരുമ്പോൾ സെക്രട്ടറിയും പേടിച്ച് പാർക്കിന് ഫ്രണ്ടിൽ ഒളിഞ്ഞിരിക്കും. അപ്പോഴാണ് പാർക്കും, എന്തിനെങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത്, സ്നേഹിക്കുന്നത് തെറ്റൊന്നല്ലല്ലോ ഏതിനെ ട്രൂ ബ്യൂട്ടിയിലെ ഹൺസുജിന് ഡയലോഗ് പറയുമ്പോഴാണ് സെക്രട്ടറിനും മിണ്ടായിരിക്കാൻ പറയും. അതിനുശേഷം അവരൊക്കെ സെക്രട്ടറിയുടെ അടുത്തുനിന്ന് പോകാതെ അവിടെ നിൽക്കുമ്പോഴാണ് ഈ ശല്യങ്ങൾ ഇവിടെ നിന്ന് പോകാൻ വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് പാർക്കിനെ പെട്ടെന്ന് കിസ് ചെയ്യും. അപ്പോഴാണ് ഇത് കണ്ട് ഇവരൊക്കെ പേടിച്ചിട്ട്, എന്റെ പൊന്നോ ഇത് കിസ്സൊന്നുമല്ല, പാവം മറ്റേ വ്യക്തിയെ കടിച്ചിന്നോ, വാ നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്നിന് ഇവരെല്ലാരും കൂടെ പേടിച്ച് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇന്ന് രാത്രി യാങ്സി പെർഫോമൻസിന് വേണ്ടി
റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡോഹിയും ജിയോങ്ങിന്റെ കൂടെ അവിടേക്ക് വരും. അപ്പോഴാണ് ഇവളും ഡോഹിയുടെ നിന്ന് ഫ്ലവർസ് വാങ്ങിച്ചിട്ട് ജിയോങ് ഇനി തൊട്ട് ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല, കാരണം ഈ പെർഫോമൻസ് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോവാ. എന്നിന് അവൾ പറയുമ്പോഴാണ് ഡോഹിയും അതെന്ത് പറ്റി, നല്ല കാര്യത്തിനാണോ പോന്ന്. എന്നിന് ഇവൾ വയ്ക്കുമ്പോഴാണ് അവളും എന്തായാലും എനിക്ക് ഇവിടെ ഫുള്ളും സാഡ് ആയിട്ടുള്ള മെമ്മറീസാ, ജിയോങ്ങിന്റെ അല്ലാതെ. ഇനിയിപ്പോ എനിക്ക് ജിയോങ് ആയിട്ട് മെമ്മറി കിട്ടും തോന്നില്ല. എന്നിന് അവളും കളിയാക്കി പറയുമ്പോഴാണ് അവിടേക്ക് അസിസ്റ്റന്റ് പാർക്കും വന്നിട്ട് എക്സ്ക്യൂസ് മീ, നിങ്ങൾ യങ്സി ഒന്ന് വെറുതെ ഇടാവോ, അവള് സ്റ്റാറാ, അവിടെ കുറെ പേര് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നു, ബോസ് നിങ്ങളും കൂടെ വാ. എന്നിന് ഇവരൊക്കെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കും. അതിനുശേഷം പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് യങ്സിയും പാർക്കിനോട് പറയുന്നത് നിനക്കറിയാവോ ഞാൻ എന്തുകൊണ്ടാണ് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയെന്ന്. കാരണം നമ്മുടെ ജിയോങ് ഡാൻസിങ്ങിന്റെ പെയിന്റിങ് കാണുമ്പോഴൊക്കെ അവന്റെ ഫേസിനകത്തൊരു സന്തോഷം കാണും. അവനറിയാതെ തന്നെ അവൻ അതോട് കുറെ സ്നേഹമുണ്ട്. ഒരു ദിവസം അവൻ ഇഷ്ടപ്പെട്ട ആ ഡാൻസ് ഞാൻ പഠിച്ച, ഒരു ദിവസം അവൻ എന്നെ സ്നേഹിക്കുന്നു വിചാരിച്ച ഞാൻ ഇത് പഠിച്ച, പക്ഷെ അവസാനം അവൻ ഇഷ്ടപ്പെട്ടത് ഡോഹിയ. എന്നിന് ഇവളും വിഷമിച്ച് പാർക്കിനോട് പറഞ്ഞിട്ട് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് അതേസമയം ഇവളുടെ പെർഫോമൻസ് കാണുന്ന ജിയോങ്ങിന് അവന്റെ പാസ്റ്റ് എല്ലാം വീണ്ടും ഓർമ്മ വരുന്നത്. അതോടെ അവനും പേടിച്ചിരിക്കുമ്പോൾ ഇത് കണ്ട് ഡോഹിയും ജിയോങ് എന്ത് പറ്റി, നിന്നെ എന്തായാലും ഡിസ്റ്റർബ് ചെയ്യുന്നോ. എന്നിന് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും ഡോഹി എന്റെ പാസ്റ്റ് ലൈഫിൽ ഞാൻ കുറെ പേരെ കൊന്നിട്ടുണ്ട്, എന്നെ സ്നേഹിച്ചവരെയും ഞാൻ സ്നേഹിച്ചവരെയും. എന്നിന് ഇവൻ ഫീൽ ചെയ്ത് പറയുമ്പോഴാണ് അവളും ജിയോങ് ചുമ്മാതെ ആരും ഇങ്ങനെ കൊല്ലത്തില്ലല്ലേ, ഇതിന്റെ പുറം എന്തെങ്കിലും റീസൺ കാണത്തില്ല. എന്നിന് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും എനിക്കറിയാൻ വയ്യ അതൊക്കെ വിധിയാണോന്ന്. ഞാനില്ലാത്ത സമയം നോക്കി ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ നാട്ടുകാരെല്ലാം കൂടെ ഒന്നിച്ച് കൊന്ന്, അവൾക്ക് വേണ്ടി ഞാനും എല്ലാരും കൊന്ന് പ്രതികാരം വീട്ടി. ഒരു ദിവസം ഞാൻ മാത്രം അവളെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ അവൾ ജീവനോടിരുന്നേനെ. എനിക്കിപ്പോ അതോർത്തിട്ടാ പേടിയാവുന്ന. ഇനി അതേപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീയും കഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ടാ. എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും ജിയോങ് നീ എന്റെ ലൈഫ് വന്നതിന് ശേഷം എനിക്ക് ഹാപ്പി ആയിട്ട് ഫീൽ ആവുന്നത്, അല്ലാതെ തന്നെ ഫുള്ളും ദുരന്തമായിരുന്നു, എന്തു ആയാലും നമുക്ക് ഒരുമിച്ച് ഫേസ് ചെയ്യാം. എന്നിന് അവളും പറയുമ്പോഴാണ് ഇവനെ സന്തോഷത്തെ അവൾ നോക്കിയിട്ട് ഒരു ഷീത്താവണെങ്കിലും ഇവർക്ക് ഹാപ്പി എൻഡിങ് വരുമെന്ന് അവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യങ്സിയുടെ ഡ്രസ്സിൽ നിന്ന് ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. ഇതൊക്കെ ജിയോങ് പവർ യൂസ് ചെയ്തുണ്ട്. അങ്ങനെ അവളും ഇവരുടെ ഒരുമിച്ചിരിക്കുന്നുണ്ട്. അവൾ സന്തോഷപ്പെടും. എന്നിട്ടിപ്പോ ഒരു പഴയ പാസ്റ്റിനെ കാണിക്കുവാണ്. മാഡം ജോയി പണ്ട് ദിവസം ചർച്ച വന്ന് കാണും. എന്തിനാന്ന് വെച്ചാൽ അവര് ഡെവിലിനെ കണ്ട് പേടിച്ചിട്ടാണ്. അതായത് ഡോഹിയുടെ പാരന്റ്സ് കാർ ആക്സിഡന്റിൽ മരിച്ചാണ്. അങ്ങനെ ഇതറിഞ്ഞ് മാഡം ജോ അവിടേക്ക് വരുമ്പോഴാണ് ഡോഹിയുടെ പാരന്റ്സിനെ നോക്കി ജിയോങ്ങും ഇതോടെ കോൺട്രാക്ട് കഴിഞ്ഞെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവിടെ മാഡം ജോ നിൽക്കുന്നതാണെന്നത്. അങ്ങനെ ഇവനെ കണ്ട് അവരും പേടിച്ച് നിൽക്കുമ്പോഴാണ് ജിയോങ്ങും അവരെ നോക്കി ഡീമൺ ലുക്കി സ്മൈൽ ചെയ്യും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. സത്യത്തിൽ ഡോഹിയുടെ പാരന്റ്സിനെ കൊന്നത് ജിയോങ് ആണെന്ന് നമുക്ക് കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ആയിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലായി ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. They say that I'm on the road, maybe I just lost control. These nights keep on taking toll, find me out here on my own. They say that I'm on the road, maybe I just lost control. These nights keep on taking toll, find me out here